ഹലോ എവരിവൺ, വെൽക്കം ടു യുണൈറ്റഡ് ടേസ്റ്റ്. ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നുണ്ടല്ലോ ഒരു ബീഫ് സ്റ്റ്യൂ ആണ്. വളരെ സിമ്പിളായിട്ട് പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റുന്ന വലിയ ആർഭാടങ്ങളൊന്നും ഇല്ലാത്തൊരു സ്റ്റ്യൂ. നമുക്ക് ഡെയിലി ബ്രേക്ക്ഫാസ്റ്റിനൊക്കെ ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു ഐറ്റം. പിന്നെ ഇതിപ്പോൾ എൻ്റെ വീട്ടിൽ എൻ്റെ അമ്മ ഡെയിലി ഉണ്ടാക്കുന്ന ഒരു ഐറ്റം ആണ് കേട്ടോ. ഞാനൊരു ബീഫ് ആൻഡ് വെള്ളയപ്പം അല്ലെങ്കിൽ നൂലപ്പം അതിൻ്റെ ഒരു ഫാനാണ്. വളരെ ഇഷ്ടമുള്ളൊരു ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ടാണ്. അപ്പോൾ ഞാൻ നാട്ടിൽ ചെന്നാലും അല്ലെങ്കിൽ നാട്ടിലുണ്ടെങ്കിലും എൻ്റെ അമ്മ എനിക്ക് എപ്പോഴും ഉണ്ടാക്കി തരുന്ന ഒരു ഐറ്റമാണ്. ഈ ബീഫ് എനിക്ക് വളരെ ഇഷ്ടമാണ്. അപ്പോൾ അത് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാമെന്ന് വെച്ചു. അപ്പോൾ നമുക്കത് എങ്ങനെ ഉണ്ടാക്കാമെന്ന് നോക്കിയിട്ട് വന്നാലോ. വളരെ സിമ്പിളാണ് കേട്ടോ. അധികം ആർഭാടങ്ങളൊന്നുമില്ല. വഴറ്റലില്ല, ഇതില്ല, എല്ലാം കൂടി കുക്കറിലിട്ട് അടിക്കുക, നമ്മുടെ സംഭവം റെഡിയാവും. അപ്പോൾ അത് ചെയ്യണം എങ്ങനെയാണെന്ന് നോക്കിയിട്ട് വരാം കേട്ടോ. ഇത് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് ഇത്രയും ഈ ഒരു ക്വാണ്ടിറ്റി ബീഫ് വെച്ചിട്ടാണ് കേട്ടോ. ഇത് ഞാൻ ഇന്നലെ ഉപ്പും ഇഞ്ചിയും വെളുത്തുള്ളിയൊക്കെ ഇട്ട് വേവിച്ച് വെച്ചതാണ് കേട്ടോ. അപ്പോൾ ഈ ഒരു ബീഫ് വെച്ചിട്ടാണ് നമ്മൾ ഉണ്ടാക്കുന്നത്. അതിലേക്ക് ആഡ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു 2 പൊട്ടാറ്റോ എടുത്തിട്ടുണ്ട്. ഇത് നമുക്ക് കട്ട് ചെയ്തെടുക്കണം. പിന്നെ 2 പച്ചമുളക്, ഒരു 3 വെളുത്തുള്ളി, ഇതൊരു 3 ഇത് ചെറിയൊരു പീസായിട്ട് കൺസിഡർ ചെയ്താൽ. പിന്നെ ചെറിയൊരു പീസ് ഇഞ്ചി, പിന്നെ ഇതിലേക്ക് ഇടാനായിട്ടുള്ള റോ മസാലാസ്, ഒരു ബേ ലീഫ് എടുത്തിട്ടുണ്ട്. പിന്നെ കുറച്ച് കുരുമുളക് ഞാൻ ക്രഷ് ചെയ്ത് ഒരു 4-5 ഉണ്ടാവും, ക്രഷ് ചെയ്തെടുത്തിട്ടുണ്ടാവും. പിന്നെ ഒരു 3 ഗ്രാമ്പൂ, പിന്നെ കറുവപ്പട്ട ഒരു 2 ചെറിയ പീസ്, ഒരു 3 ചെറിയ ഏലക്ക, പിന്നെ ഇങ്ങനത്തെ ഒരു കപ്പ് തേങ്ങാപ്പാൽ. ഞാൻ അങ്ങനത്തെ ഒരു ഫുൾ കപ്പ് തേങ്ങാപ്പാൽ മാത്രമേ യൂസ് ചെയ്യുന്നുള്ളൂ കേട്ടോ. ഇതിപ്പോൾ സിമ്പിളായിട്ട് ഉണ്ടാക്കുന്നതാണ്. നമ്മൾ ഡെയിലി കഴിക്കാൻ ഉപയോഗിക്കില്ലേ. അപ്പോൾ അധികം ആഡംബരങ്ങളൊന്നുമില്ലാതെ ചെയ്യുന്നതാണ് കേട്ടോ. ഇത് എൻ്റെ അമ്മ ഉണ്ടാക്കുന്ന രീതിയാണ് എൻ്റെ വീട്ടിൽ ഡെയിലി. അപ്പോൾ ആ ഒരു മെത്തേഡാണ് ഞാൻ ചെയ്യുന്നത്. സിമ്പിളായിട്ട് നമുക്ക് പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു സ്റ്റ്യൂ ആണ് ഇത് ബീഫിൻ്റെ. അപ്പോൾ നമുക്ക് ഇത് എങ്ങനെ ചെയ്യുന്നതെന്ന് നോക്കാം. അപ്പോൾ ഞാനിതൊക്കെ ഒന്ന് കട്ട് ചെയ്തിട്ട് വരാം, എന്നിട്ട് നമുക്ക് കാണാം. ഇനി ഇത് ഞാൻ കുക്കറിലാണ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ അതിലേക്ക് നമ്മൾ കട്ട് ചെയ്ത് ക്ലീൻ ചെയ്തെടുത്തിട്ട് ഉരുളക്കിഴങ്ങ് അത് ഫസ്റ്റ് ഇട്ട് കൊടുക്കാം. എന്നിട്ട് നമ്മളെടുത്ത് വെച്ചിരിക്കുന്ന ആ ബീഫ് ഇതിൽ ഇഞ്ചിയും വെളുത്തുള്ളിയും പച്ചമുളകും ഉപ്പും ഇട്ടിട്ട് വേവിച്ച് വെച്ചിരിക്കുന്നതാണ് കേട്ടോ. ഇത് എൻ്റെ വീട്ടിൽ ചെയ്യുന്നൊരു പരിപാടിയാണ് കേട്ടോ. എൻ്റെ അമ്മ നമ്മൾ വീട്ടിൽ ബീഫ് വാങ്ങിച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇങ്ങനെ വേവിച്ച് ഫ്രിഡ്ജിലെടുത്ത് വയ്ക്കും. അപ്പോൾ ആവശ്യത്തിന് ഉള്ളത് എടുത്ത് ഇങ്ങനെ സ്റ്റൂ ഇടയ്ക്കിടയ്ക്ക് ഉണ്ടാക്കാൻ പറ്റും. മഞ്ഞൾപ്പൊടിയൊന്നും എടുത്തില്ല കേട്ടോ, അപ്പോൾ സ്റ്റൂവിന് കളറ് മാറും. അതുകൊണ്ട് ബീഫ് വേവിച്ച് വയ്ക്കുമ്പോൾ എപ്പോഴും മഞ്ഞൾപ്പൊടി ഇല്ലാതെയാണ് വേവിച്ച് വയ്ക്കാറ്. പിന്നെ നമ്മൾ എടുത്ത് വെച്ചിരിക്കുന്ന ആ റോ മസാല ഉണ്ടല്ലോ, അതും ഇട്ട് കൊടുക്കാം. ഇതിൽ വഴറ്റൽ പരിപാടി അങ്ങനത്തെ ഒന്നുമില്ല കേട്ടോ. എല്ലാം കൂടി കുക്കറിലിടുക, വേവിച്ചെടുക്കുക, വിസിലടിച്ചെടുക്കുക, എന്നിട്ട് തേങ്ങാപ്പാൽ വെച്ച് വേവിച്ചെടുക്കുക, അത്രേ ഉള്ളൂ കേട്ടോ. അപ്പോൾ അത് കട്ട് ചെയ്ത് വെച്ചിരുന്ന പച്ചമുളക്, പിന്നെ അത് ഇഞ്ചിയും വെളുത്തുള്ളിയും കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്, അത് ഇട്ട് കൊടുക്കുക. ഓക്കെ, എന്നിട്ട് ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ഇപ്പോഴേ തന്നെ ആഡ് ചെയ്ത് കൊടുക്കണം കേട്ടോ. പിന്നെ ലാസ്റ്റ് തേങ്ങാപ്പാൽ ഒഴിച്ചിട്ട് നമുക്കൊന്ന് ചെക്ക് ചെയ്യാം. പക്ഷേ ഇപ്പോൾ തന്നെ അത്യാവശ്യം ഇതിന് വേണ്ടി വരുന്ന ഉപ്പിട്ട് കൊടുക്കുക. അതൊക്കെ ഉരുളക്കിഴങ്ങിൽ കറക്റ്റ് കയറി പിടിക്കണം നമ്മൾ വിസിലടിക്കുമ്പോഴത്തേക്കും. എന്നിട്ട് ഇതിൽ ആവശ്യത്തിനുള്ള വെള്ളം കൂടി ഒഴിച്ച് കൊടുക്കുക. ഓക്കെ, അധികം വേണ്ട, ആവശ്യത്തിനുള്ള വെള്ളം അത് കുക്ക് ചെയ്യാൻ ആവശ്യം. എന്നിട്ട് ഒന്ന് ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. എന്നിട്ട് നമുക്കിത് കുക്കർ അടച്ചിട്ട് 2 വിസിൽ അടിക്കാം. ഓക്കെ, ഇനി നമുക്കിത് വേവിച്ചിട്ട് കാണാം. ഇത് നമ്മുടെ ഇത് വെന്തിട്ടുണ്ട്. ഞാൻ കുക്കർ ഓപ്പൺ ചെയ്തു. ഇനി നമുക്കിതിലേക്ക് എടുത്ത് വെച്ചിരിക്കുന്ന തേങ്ങാപ്പാൽ ഒഴിച്ച് കൊടുക്കാം കേട്ടോ. തേങ്ങാപ്പാൽ ഒഴിച്ച് ഇതൊന്ന് മിക്സ് ചെയ്തിട്ട് അതിൻ്റെ ഉപ്പൊക്കെ ഒന്ന് നമുക്ക് ചെക്ക് ചെയ്യാം. തേങ്ങാപ്പാൽ വെച്ചിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് അധികം തിളപ്പിക്കേണ്ട കേട്ടോ. ആ തേങ്ങാപ്പാലൊന്ന് തിളച്ച് തുടങ്ങിയാൽ മതി. അപ്പോഴത്തേക്ക് നമുക്ക് ഓഫ് ചെയ്യാം. ഇതിൻ്റെ ഉപ്പൊന്ന് നമുക്ക് ചെക്ക് ചെയ്യാം കേട്ടോ. ഈ സമയത്ത് ഉപ്പ് ഒരല്പം കുറവുണ്ട്, കുറച്ചും കൂടി ആഡ് ചെയ്യണം.
ഉപ്പൊക്കെ കറക്റ്റാണ്. ഇതാ തിളച്ച് തുടങ്ങിയിട്ടുണ്ട്. നമുക്കിതിനെ ഓഫ് ചെയ്ത് സെർവ് ചെയ്യാം കേട്ടോ. ഹായ് ഗൈസ്, അപ്പോൾ നമ്മുടെ ഐറ്റം റെഡി ആയിട്ടുണ്ട് കേട്ടോ. കണ്ടോ സ്റ്റ്യൂ, നമുക്ക് തയ്ച്ച് കഴിച്ചാലോ? ആഹാ, അടിപൊളിയായിട്ടല്ലേ. നമുക്കിത് കഴിച്ച് നോക്കാം കേട്ടോ. കാണാൻ തന്നെ നല്ല രസമല്ലേ? നല്ല പ്ലെയിൻ പെയിൽ ആ മിൽക്കിൽ അടിപൊളിയായിട്ടുണ്ട്. അമേസിങ് ടേസ്റ്റാണ് കേട്ടോ. ഇത് ഞാൻ പറഞ്ഞല്ലോ, എനിക്കിത് ഭയങ്കര നോസ്റ്റുള്ള ഒരു ഐറ്റമാണ്. എൻ്റെ അമ്മ എനിക്ക് ചെറുപ്പത്തിലേ മുതൽ എപ്പോഴും ഉണ്ടാക്കി തരുന്ന ഒരു ഐറ്റമാണ്. അപ്പോൾ ഇത് സ്റ്റ്യൂവിൻ്റെ ഒത്തിരി വെറൈറ്റി വേർഷൻസ് ഉണ്ടാവും. ഇത് വീട്ടിൽ ഡെയിലി നമുക്ക് സിമ്പിളായിട്ട് പെട്ടെന്ന് ഉണ്ടാക്കണം തോന്നുമ്പോൾ ഉണ്ടാക്കാൻ പറ്റുന്നൊരു സ്റ്റ്യൂ ആണ്. അധികം ആർഭാടങ്ങളൊന്നുമില്ല, അതൊന്നും അരച്ച് ചേർക്കത്തില്ല. എല്ലാവരും കൊഴുപ്പ് കിട്ടാൻ വേണ്ടി കുറേ സംഭവങ്ങളൊക്കെ അരച്ച് ചേർക്കും. ഇതിൽ വെറും തേങ്ങാപ്പാൽ മാത്രമേ ഉള്ളൂ. പിന്നെ ബീഫും ഉരുളക്കിഴങ്ങും എല്ലാം കൂടെ ഒന്ന് കുക്കറിലിട്ട് അടിച്ചെടുക്കണം. പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാവുന്ന ഒരു ഐറ്റമാണ്. അപ്പോൾ അത് ട്രൈ ചെയ്ത് നോക്കാം. നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു ഐറ്റമാണ് കേട്ടോ. അപ്പോൾ നമുക്ക് വീണ്ടും നല്ലൊരു ഡിഷുമായിട്ട് അടുത്ത എപ്പിസോഡിൽ കാണാം. അതുവരെ ബൈ ഫ്രം ജിബിൻ. ബൈ.